ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നാനൂറ്റിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പായസം ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. നൂൽപുട്ട് വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നൂൽപുട്ടിന് പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്, ഉണങ്ങല്ലരിൻ്റെ പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നൂൽപൊടി ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പായസം റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ടിൽ പായസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു പിറന്നാളല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പായസം ഇങ്ങനെ ഇതൊരു എന്താ പറയുക, ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ്. നൂൽപുട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് നൂൽപുട്ട് വെച്ചൊരു പായസം ഉണ്ടാക്കിയാലോ തോന്നിയതാണ്. അപ്പോൾ എത്രത്തോളം ശരിയാകും എന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി കേക്ക് മുറിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് പായസം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലാണ് കേട്ടോ അത്. അങ്ങനെ അതാ പാലെടുത്തിട്ടുണ്ട്. പാല് 1 ലിറ്റർ പാലുണ്ട് കേട്ടോ. അത്രയും പാലുണ്ട്. അപ്പോൾ പാലിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ആ ഒരു സമയത്ത് ഞാൻ നൂൽപുട്ട് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ തോന്നിയതാണ്, നൂൽപുട്ട് വെച്ച് ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നൂൽപുട്ടൊന്ന് പൊടിച്ചെടുക്കാം. നൂൽപുട്ട് കാണുമ്പോൾ നമുക്കൊരു സേമിയത്തിൻ്റെ ആ ഒരു രൂപമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം ശരിയാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്, രാവിലത്തെ നൂൽപുട്ടാണേ. അപ്പോൾ ഇതാ നമ്മൾ ഉണങ്ങല്ലരി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നൂൽപുട്ടാണ്. കുറച്ച് പച്ചരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ നൂൽപുട്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ സേമിയത്തിൻ്റെ പോലെ ആക്കി എടുക്കട്ടെ ഞാൻ കേട്ടോ. ഫ്രണ്ട്സ്, ഞാനിതാ നൂൽപുട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു നൂൽപുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഏലക്കായ ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. ചതക്കെല്ലാം പൊടിച്ചിട്ട് വരാം, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ സേമിയ പായസം വെക്കുന്ന പോലെ തന്നെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പൊടിച്ചിട്ട നൂൽപുട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു സേമിയ പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വേറൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ നൂൽപുട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സേമിയത്തിൻ്റെ പോലെ പായസത്തിന് അതിനൊരു കൊഴുപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഉണങ്ങലരിൻ്റെ പൊടി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പായസത കുറച്ച് അത്യാവശ്യ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. കുറച്ച് നേരം ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിൽ പാകത്തിന് ഇപ്പോൾ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പായസത്തിന് നല്ല കൊഴുപ്പമായിട്ടുണ്ട്. ഇതാ തട്ടിക്കൂട്ടിൽ പായസമാണേ, നല്ല ടേസ്റ്റാണ് കുടിക്കാൻ കേട്ടോ. സേമിയ പായസം കുടിക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ഇതിൽ കുറച്ച് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, സേമിയ കിടക്കണ പോലെ തന്നെ അല്ലേ. ഉണങ്ങല്ലരിൻ്റെ ആകുമ്പോഴുള്ളൂ കേട്ടോ ഇങ്ങനെ ടേസ്റ്റ് വരിക. കാരണം നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ഇത്ര തന്നെ അങ്ങോട്ട് ഈ ഒരു നിറം, ഒരു പിങ്ക് നിറമൊക്കെ വരും കേട്ടോ. നമ്മൾ ഉണങ്ങല്ലരി വെച്ച് ചെയ്യുമ്പോൾ അടപ്പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, അതേപോലെയൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടുന്നു. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മളെ വീട്ടിൽ നൂൽപുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ